റിയാസ് മൗലവി വധക്കേസിന്റെ അന്വേഷണത്തിലോ നടത്തിപ്പിലോ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത്ത്. പ്രതിഭാഗം പോലും ഉന്നയിക്കാത്ത വാദങ്ങളാണ് വിധിന്യായത്തിൽ ഇടം പിടിച്ചതെന്നും ഷാജിത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ആർഎസ്എസുകാർ പ്രതിസ്ഥാനത്തുള്ള കേസുകളിൽ ഇത്തരത്തിലുള്ള വിധി വരുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ പ്രതികരിച്ചു. ഒന്നാം പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച രക്തസാമ്പിളുകളുടെ DNA പരിശോധനാ ഫലം, പ്രതികളുടെ ടവർ ലൊക്കേഷൻ, സാമുദായിക വൈരാഗ്യം. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെയുള്ള വിധിയുടെ അമ്പരപ്പിലാണ് പ്രോസിക്യൂഷനും നിയമവൃത്തങ്ങളും. പ്രതിഭാഗം ഉന്നയിക്കാത്ത വാദമുഖങ്ങളാണ് വിധിന്യായത്തിലുള്ളതെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ടി ഷാജിത്ത്. ഒന്നാം പ്രതിയുടെ വേഷങ്ങളിൽ കണ്ട ചോര, ഒന്നാം പ്രതിയുടെ മുണ്ടിലുള്ള ചോര റിയാസ് മൗലവിയുടേതാണെന്നും അത് വൺ ആൻഡ് ദ സെയിം മെയിൽ പേഴ്സൺ എന്ന് DNA റിപ്പോർട്ടുണ്ട്. 87 സാഹചര്യ തെളിവുകൾ കൃത്യമായി എഴുതിയ ആർഗ്യുമെന്റ് നോട്ട്സും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ആർഗ്യുമെന്റ് നോട്ട്സും 1 മുതൽ 97 സാക്ഷികളുടെ മൊഴിയും 215 രേഖകളും MO 1 മുതൽ 45 വരെ മുതലുകളും പരിശോധിച്ചിട്ട് പറയണം നിങ്ങൾ എന്താണ് പ്രോസിക്യൂഷനും പോലീസും നടത്തിയ വീഴ്ച എന്ന്. പ്രോസിക്യൂഷനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അസംബന്ധമാണെന്നും ഷാജിത്ത് വിമർശിച്ചു. അതേസമയം RSS പ്രവർത്തകരെ വെറുതെ വിട്ട കോടതി നടപടി ഞെട്ടിപ്പിച്ചെന്ന് LDF കൺവീനർ ഇ.പി. ജയരാജൻ. പ്രോസിക്യൂഷനും പോലീസും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചു. ഇത്തരം കേസുകളിൽ RSSകാർക്ക് അനുകൂലമായി വിധി വരുന്നതിൽ ജനാധിപത്യ വിശ്വാസികൾ ആശങ്കയിലാണ്. വിധിക്കെതിരെ റിയാസ് മൗലവിയുടെ കുടുംബം അപ്പീലിനായി ഉടൻ മേൽക്കോടതിയെ സമീപിക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്.